സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളിലെയും ഒന്നാമത്തെ പേജിൽ ഒരു പരസ്യം കൊടുത്തിരുന്നു, ഒരു വർഷം 1,00,000 വ്യവസായ സംരംഭങ്ങളെന്ന്. ഞാനന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ വ്യവസായ മന്ത്രിക്ക് വിവരാവകാശപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ച് ഏതൊക്കെയാണ് ഈ വ്യവസായ സംരംഭങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും ലഭിച്ചില്ല. അവസാനം പഞ്ചായത്തുകളെ നേരിട്ട് സമീപിച്ചപ്പോൾ അവർ തന്ന ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരാണ് അതിൽ കണ്ടത്. സർ, എൻ്റെ ചോദ്യം, എൻ്റെ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി തുറന്ന് പ്രവർത്തിക്കാതെ അങ്ങ് വ്യവസായ മന്ത്രിയായപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി 1 രൂപ പോലും അതിന് അനുവദിക്കാത്തത് കൊണ്ട് അത് കാട് പിടിച്ച് കിടക്കുകയാണ് സർ. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഒന്നുകിൽ അതൊരു ഫോറസ്റ്റായി ഡിക്ലെയർ ചെയ്തെന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്, അങ്ങ് ആരംഭിച്ച ആ വ്യവസായ പാർക്ക് വീണ്ടും ഒരു ജീവൻ കൊടുക്കാൻ, അതിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കട്ടിപ്പാറ പഞ്ചായത്തിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഇപ്പോൾ കൊടുവള്ളിയിലുള്ള വ്യവസായ പാർക്കിൻ്റെ കാര്യം മെമ്പർ ഇതിനിടയ്ക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാൻ കോഴിക്കോട് വന്നപ്പോൾ പ്രത്യേകിച്ച് അത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. വ്യവസായ പാർക്കുകൾ ഇപ്പോൾ വലിയ പ്രയോറിറ്റിയാണ്. കാരണം സ്ഥലം അല്ലെങ്കിൽ തന്നെ ഇല്ല. എവിടെയൊക്കെ വ്യവസായ പാർക്ക് ഐഡലായിട്ട് കിടക്കുന്നുണ്ടോ, പല മെമ്പർമാരും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐഡലായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ജീവൻ വെപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റിയാണ്. തീർച്ചയായും കൊടുവള്ളിയിലെ പാർക്ക് സന്ദർശിച്ച് അത് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക, എന്താണ് അതിൻ്റെ കുഴപ്പം എന്നുള്ളത് നോക്കാൻ ഗവൺമെൻറ് ആവും.